ഇന്ത്യൻ ആയുധ നിർമ്മാതാക്കൾ വിറ്റ പീരങ്കി ഷെല്ലുകൾ യൂറോപ്യൻ ഉപഭോക്താക്കൾ യുക്രൈനിലേക്ക് തിരിച്ചുവിട്ടു. മോസ്കോയിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും വ്യാപാരം നിർത്താൻ ന്യൂഡൽഹി ഇടപെട്ടില്ലെന്നും പ്രതിരോധ വ്യവസായ ഉദ്യോഗസ്ഥരും വാണിജ്യപരമായ റോയിട്ടേഴ്സ് വിശകലനത്തിൽ പറയുന്നു. സ്രോതസ്സുകളും കസ്റ്റംസ് ഡേറ്റയും അനുസരിച്ച് റഷ്യക്കെതിരായ യുക്രൈന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതായി യുദ്ധോപകരണങ്ങളുടെ കൈമാറ്റം ഒരു വർഷത്തിലേറെയായി നടക്കുന്നു. ഇന്ത്യൻ ആയുധ കയറ്റുമതി നിയന്ത്രണങ്ങൾ ആയുധങ്ങളുടെ ഉപയോഗം പ്രഖ്യാപിത വാങ്ങുന്ന ആൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. അനധികൃത കൈമാറ്റങ്ങൾ നടന്നാൽ ഭാവിയിൽ വിൽപ്പന അവസാനിപ്പിക്കപ്പെടും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവും എസ് ജയശങ്കറും തമ്മിൽ ജൂലൈയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടെ 2 തവണയെങ്കിലും ക്രെംലിൻ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വെടിമരുന്ന് കൈമാറ്റത്തിന്റെ വിശദാംശങ്ങൾ റോയിട്ടേഴ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യയുടെയും ഇന്ത്യയുടെ വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങൾ ചോദ്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ജനുവരിയിൽ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യ യുക്രൈനിലേക്ക് പീരങ്കി ഷെല്ലുകൾ അയക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ്. ഉക്രൈൻ ഉപയോഗിക്കുന്ന വെടിമരുന്നിന്റെ വളരെ ചെറിയ അളവാണ് ഡൽഹി നിർമ്മിച്ചത്. യുദ്ധാനന്തരം കൈവ് ഇറക്കുമതി ചെയ്ത മൊത്തം ആയുധങ്ങളുടെ 1% താഴെയാണിതെന്നും ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു. യൂറോപ്യൻ ഉപഭോക്താക്കൾ ആയുധങ്ങൾ വീണ്ടും വിറ്റതാണോ അതോ കൈവിലേക്ക് സംഭാവന നൽകിയതാണോ എന്ന് വാർത്താ ഏജൻസിക്ക് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡൽഹി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ കൈമാറ്റങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ഒരു പ്രതിരോധ വ്യവസായ എക്സിക്യൂട്ടീവിനൊപ്പം യൂറോപ്പിലേക്കുള്ള വിതരണം തടയാൻ ഇന്ത്യ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റോയിട്ടേഴ്സ് അഭിമുഖം നടത്തിയ 20 പേരെ പോലെ കാര്യത്തിന്റെ സംവേദനക്ഷമത കാരണം അവർ അജ്ഞാതാവസ്ഥയിലാണ് സംസാരിച്ചതെന്നും യുക്രൈൻ, ഇറ്റാലിയൻ, സ്പാനിഷ് മന്ത്രാലയങ്ങൾ അഭിപ്രായത്തിനോടുള്ള അഭ്യർത്ഥനകളോട് പ്രതികരിച്ചിട്ടുമില്ല. യുക്രൈനിന്റെ പ്രധാന സുരക്ഷാ പിന്തുണക്കാരായ ഡൽഹിയും വാഷിംഗ്ടണും തങ്ങളുടെ പ്രധാന എതിരാളികളായി കരുതുന്ന വളർന്നു വരുന്ന ചൈനയുടെ പശ്ചാത്തലത്തിൽ അടുത്തിടെ പ്രതിരോധ നയതന്ത്ര സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി അതിന്റെ പ്രാഥമിക ആയുധ വിതരണക്കാരായ റഷ്യയുമായും ഇന്ത്യക്ക് ഊഷ്മളമായ ബന്ധമുണ്ട്. മോസ്കോയ്ക്കെതിരായ പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ഉപരോധ ഭരണത്തിൽ ചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിസമ്മതിച്ചു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായ ഡൽഹി യൂറോപ്പിലെ നീണ്ട യുദ്ധത്തെ അതിന്റെ പുതിയ ആയുധ കയറ്റുമതി മേഖല വികസിപ്പിക്കാനുള്ള അവസരമായാണ് കാണുന്നത്. ഔദ്യോഗിക ചിന്താഗതിയുമായി പരിചയമുള്ള 6 ഇന്ത്യൻ സ്രോതസ്സുകൾ ഇതിനെപ്പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. കിഴക്കൻ ലോജിസ്റ്റിക്സ് ഹബ്ബായ പ്രൊക്കോവാസ്കിന് നേരെയുള്ള റഷ്യൻ ആക്രമണം തടയാൻ പോരാടുന്ന യുക്രൈന് പീരങ്കി വെടിമരുന്നിന് കടുത്ത ക്ഷാമമുണ്ട്. വൈറ്റ് ഹൗസ് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡൽഹിയുടെ ആയുധ കയറ്റുമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ സർക്കാരിനെ റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളുടെ കണക്കുകൾ പ്രകാരം 2018-നും 2023-നും ഇടയിൽ ഇന്ത്യ വെറും $3 ബില്യൺ ആയുധങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതി $2.5 ബില്യൺ കവിഞ്ഞെന്നും 2029ഓടെ അത് $6 ബില്യൺ ഉയർത്താനാണ് ഡൽഹി ആഗ്രഹിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓഗസ്റ്റ് 30-ന് നടന്ന സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു.